സുഹൃത്തുക്കളെ വണക്കം. അപ്പം സിദ്ധാർത്ഥിൻ്റെ ഒരു സിനിമ ഇറങ്ങിയായിരുന്നു, 3 BHK എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ കണ്ടായിരുന്നു, അതിൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. സിദ്ധാർത്ഥിനെ എല്ലാവർക്കും അറിയാം. സിദ്ധാർത്ഥിൻ്റെ ശങ്കറുമായിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു, ബോയ്സ് എന്ന് പറയുന്നത്. അതാണ് പുള്ളിയുടെ ആദ്യത്തെ പടമാണ് സിദ്ധാർത്ഥിൻ്റെ. അതൊരു വൻ ഹിറ്റ് പടമായിരുന്നു. ശങ്കറിൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദ ബ്ലോക്ക് ബസ്റ്റർ പടമായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് പുള്ളി തമിഴ് ഇൻഡസ്ട്രിയിൽ വന്നത്. ഇപ്പം 44-45 വയസ്സായിട്ടുണ്ട് പുള്ളിക്ക്. പക്ഷേ ഇപ്പോഴും കണ്ട കറക്റ്റ് ചെറുപ്പക്കാരൻ്റെ റോളാണ്. ഈ സിനിമയ്ക്കകത്ത് പുള്ളി സ്കൂൾ കാലഘട്ടം, അതുപോലെ കോളേജ് കാലഘട്ടം, അതിനുശേഷം മെച്യൂറായിട്ടുള്ളൊരു കാലഘട്ടം, ഇത് മൂന്നും കാണിച്ചിട്ടുണ്ട്. പുള്ളി ഭയങ്കര യങ്ങായിട്ടാണ് ഇതിനകത്ത് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയ്ക്കകത്ത് +2 കാലഘട്ടം കാണിച്ചിട്ടുണ്ട്. ഇപ്പം 3 സിനിമയ്ക്കകത്ത് ധനുഷൊക്കെ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് ഷേവ് ചെയ്തതേ ഉള്ളൂ, ഒന്ന് മുടിയൊക്കെ ഒന്ന് ചരിച്ച് ഷേവ് ചെയ്തേ ഉള്ളൂ. സിദ്ധാർത്ഥ് ഭയങ്കരമായിട്ട് പ്രായം കുറഞ്ഞ ഒരു ലുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയെ പറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി, ഒരു കൊച്ചു ഫാമിലി, അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഒരു വീട് വേണം. വാടക വീട്ടിൽ താമസിക്കുന്നവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പലർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൻ്റേതായ അതിനൊരു സ്വാതന്ത്ര്യക്കുറവൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഏതൊരു വീട്ടിൽ പോയി വാടകയ്ക്ക് താമസിച്ചാൽ ആ വീടിൻ്റെ ഓണറിൻ്റെ അനുസരിച്ച് ഓണറിൻ്റെ അഭിപ്രായങ്ങളും, അവിടെ ഇത് വെക്കാൻ പാടില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ പാടില്ല, ഒരു ആണി പോലും അടിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ തെറ്റില്ല, ഓണേഴ്സിൻ്റെ ഭാഗത്തൊന്നും തെറ്റില്ല. പിന്നെ വാടകയ്ക്ക് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കാരണം അവർക്ക് സ്വന്തമായൊരു വീട് വെക്കണം എന്നാണ് ഈ ഒരു കൊച്ചു കുടുംബത്തിൻ്റെ ആഗ്രഹം. മണികണ്ഠൻ്റെ ഗുഡ് നൈറ്റ് എന്ന് പറയുന്ന സിനിമയിലെ മുതൽ നീ മുടിവും നീ എന്ന് പറയുന്ന സിനിമയിലെ നായികയാണ് ഇതിനകത്ത് സിദ്ധാർത്ഥിൻ്റെ പെങ്ങളായിട്ട് ഉള്ളത്. കൂടാതെ തന്നെ സിദ്ധാർത്ഥും ശരത് കുമാറും ഉണ്ട്. അപ്പോൾ ഒരു അമ്മയും ഉള്ള ഒരു 4 പേരും അടങ്ങുന്ന ഒരു കുടുംബം. അപ്പോൾ അവർക്ക് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ 3 BHK റൂം, 3 BHK ഉള്ളൊരു വീട്, 3 ബെഡ്റൂം, അവരുടെ ഒരു സ്വപ്നം. അപ്പോൾ അതിൽ നിന്ന് അവരെങ്ങനെ ആ ഒരു കടമ്പയിലോട്ട് എത്തുന്നുള്ളതാണ് ഈ സിനിമയിൽ. പക്ഷേ ഈ സിനിമ പല ഭാഗങ്ങളിലും ഡൗണായി പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇച്ചിരി കഴിയുമ്പോഴത്തേന് ഇച്ചിരി കൂടെ ആ പാടം ഒരു വേറൊരു റൂട്ടിലോട്ട് പോയി ഇച്ചിരി കൂടെ എൻഗേജിങ് ആകും, വീണ്ടും പടം ഡൗൺ ആകും. അങ്ങനെ ഡൗണായി പൊങ്ങി അങ്ങനെ പോകുന്ന ഒരു സ്ക്രീൻ പ്ലേ ആണ്. പിന്നെ ഈ സിനിമ നമുക്ക് പൊതുവേ ഒരു കാണുമ്പോൾ ഇതൊരു ഭയങ്കര എന്താ ഒരു ടോക്സിക് ആയിട്ട് തോന്നുന്നു. ഒരു ടോക്സിക് കഥയായിട്ട്, ഒരു ആവശ്യമില്ലാത്ത കുറേ ആഗ്രഹങ്ങളും, അതിൻ്റെ ഇടയ്ക്ക് ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുമ്പോഴത്തേന് അതുകൂടാതെ അത്യാഗ്രഹത്തിലേക്ക് പോയി ചാടുന്നതും, അതിൻ്റെ ഇടയ്ക്ക് 2 കല്യാണങ്ങൾ വരുന്ന, അപ്പോൾ അവർ ഈ വീട് വെക്കുന്ന കാര്യങ്ങൾ അവർ വേണ്ടാന്ന് വെച്ചിട്ട് അതിലോട്ട് പോയി ചാടുന്നതും. അപ്പം എന്തുവാണെന്നുള്ള വ്യക്തമായ ഉള്ള ഒരു പ്ലാനോ അല്ലെങ്കിൽ ഒരു ഇതും ഇല്ലാതെ ഒരു ഫാമിലി എങ്ങനെ റൺ ചെയ്യുന്നോ അതിൽ നിന്നുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും, അതായത് ഈ ഡയറക്ടർ ഈ സിനിമ എടുത്തെടുത്ത് അവസാനം എത്തിയപ്പോഴത്തേന് ഇത് എന്ത് ചെയ്യണമെന്ന് പുള്ളിക്ക് ഒരു പിടിയില്ലെന്ന് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. എന്ത് ചെയ്യുന്നു, ഇത് എങ്ങനെ നിർത്തണം, എങ്ങനെ കൊണ്ടുപോകണം, കഥ എങ്ങോട്ട് മാറ്റണം, ഏത് രീതി കൊണ്ടുപോകണം, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കലവില പോലെ ആക്കി, ഒരു മിക്സ്ഡ്, അതായത് ഒരു പരിപ്പ് അവിയൽ പോലെ ആക്കി കളഞ്ഞു ഈ സിനിമ. അതാണ് ഈ സിനിമയുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇമോഷണലി നമുക്ക് ഒരു വലിയൊരു പടത്തിനകത്തോട്ടൊരു അറ്റാച്ച്മെൻറ്റ് തോന്നിയില്ല. അത് ഇതുകൊണ്ടായിരിക്കും ഒരു സ്ക്രീൻ പ്ലേ എങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് ചാഞ്ചാടി എന്തൊക്കെയോ കാണിച്ച് കൂട്ടിയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഒരു നല്ല രീതി ഇമോഷണലി കണക്റ്റ് ആക്കുന്ന രീതി എടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇത്. വീട് എപ്പോഴും എല്ലാവർക്കും ഒരു സ്വപ്നമാണ്, എല്ലാ മനുഷ്യരുടെയും തീരാ സ്വപ്നമാണ് വീട്. എത്ര കെട്ടിയെന്ന് പറഞ്ഞാൽ അവർക്ക് അത് കഴിയുമ്പോൾ വീണ്ടും വേറൊരു രീതി വേണമെന്നാണ് അവർക്ക് പലരുടെ ആഗ്രഹം. അപ്പോൾ വീടെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ മെയിനായിട്ടുള്ളൊരു സാധനമാണ് വീട് എങ്ങനെയൊക്കെ പണിഞ്ഞെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉള്ളവനാണെങ്കിലും ഇല്ലവനാണെങ്കിലും വീട് ഒരു സ്വപ്നമാണ്. അപ്പോൾ ഈ സിനിമയെ അതുകൊണ്ട് കാണും, വീടിനെ പറ്റിയുള്ളൊരു ഇതാണ്. പിന്നെ അതിനുശേഷം കരിയർ ഡൗൺ ആവുന്നത്, നമ്മൾ പഠിക്കുന്നത് എല്ലാം ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ശരത് കുമാർ തുടക്കം തൊട്ട് അവസാനം വരെ ഒറ്റ മീറ്ററിലാണ് പിടിച്ചിട്ടുള്ളത്. ഒരു പാവത്താനായിട്ടുള്ള അച്ഛൻ, ഒരു ഹാർഡ് വർക്കറായിട്ടുള്ള അച്ഛൻ. പുള്ളിക്ക് അതിനപ്പുറം കൂടുതലൊരു ഇത് കൊടുത്തിട്ടില്ല. പിന്നെ അങ്ങനെ സിനിമ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്ന രസമുണ്ടായിരുന്നു. തിയേറ്ററിലൊക്കെ ഓടുന്നുണ്ട് കേട്ടോ അത്യാവശ്യം. ഒരു ഫ്ലോപ്പൊന്നും അല്ല ഈ സിനിമ, അത്യാവശ്യം കളക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സിനിമയിൽ കൂടുതൽ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. ഇതൊക്കെ തന്നെയാണ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സമയമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കുക.